മൂന്നാർ സൈലന്റ് വാലി റോഡ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം അറ്റകുറ്റപ്പണി നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ പറഞ്ഞു. റോഡ് പൂർണ്ണമായി റീടാറിംഗ് നടത്തണമെന്നാണ് CPIയുടെ ആവശ്യം. റീടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി. മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാറിംഗ് നടത്തി ഏതാനും നാളുകൾക്കുള്ളിൽ പലയിടത്തും കുഴികൾ രൂപം കൊണ്ടതോടെയായിരുന്നു വിഷയത്തിൽ പ്രതിഷേധം ശക്തമായത്. റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി CPI പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ CPI പ്രാദേശിക നേതൃത്വം നിലപാട് കടുപ്പിക്കുകയാണ്. റോഡ് പൂർണ്ണമായും റീടാറിംഗ് നടത്തണമെന്നാണ് CPIയുടെ ആവശ്യം. റോഡ് റീടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ചന്ദ്രപാൽ പറഞ്ഞു. നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം അറ്റകുറ്റപ്പണി നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി. മൂന്നാർ മുതൽ സൈലന്റ് വാലി വരെ റീടാറിംഗ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതുകൊണ്ട് വെറുതെ കണ്ണടച്ചുകൊണ്ട് കുഴി മാത്രം അടച്ച് ജനങ്ങളെ പറ്റിച്ചു വീണ്ടും പോകാമെന്ന് കോൺട്രാക്ടർ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ മൂന്നാർ മുതൽ സൈലന്റ് വാലി വരെ ഫുൾ ടാറിംഗ് ചെയ്ത് റീടാറിംഗ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ. മാത്രമല്ല ഇദ്ദേഹത്തിനെ PW ഉദ്യോഗസ്ഥന്മാർ കരിം പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തന്നെ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളും മറ്റും അദ്ദേഹത്തിന്റെ ആശയവിനിമയങ്ങളെല്ലാം തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യത്തിൽ. അപ്പം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അധികാരം ആരാണ് കൊടുത്തത്? അത് പരിശോധിക്കപ്പെടണം. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, പോലീസ് ആവട്ടെ, ഇവരുടെ പേരിൽ എല്ലാം തന്നെ ഈ നടപടി സ്വീകരിക്കണമെന്നാണ്. 19 കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത്. ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണത്തിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെയും ആക്ഷേപം. ന്യൂസ് ബ്യൂറോ മൂന്നാർ.